വാക്കുപാലിച്ച ഇടതു സർക്കാർ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം തുടരുന്നു. 68 ലക്ഷം പേരുടെ കൈകളിലേക്ക് 3200 രൂപ വീതമാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലാണ് കേരളം പെൻഷന്റെ 2 ഗഡുക്കൾ നൽകുന്നത്. ഈ മാസത്തെ ഗഡുവിന് പുറമെ കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത്. സുജു ടി ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. 2 ഗഡുക്കളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ജനുവരി മാസത്തെ മുമ്പ് കുടിശ്ശിക ഉള്ള ഗഡുകൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ 3200 രൂപ വീതമാണ് 68 ലക്ഷം കുടുംബത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. 68 ലക്ഷം ആളുകൾക്കാണ് ഇത് വിതരണം ചെയ്യുന്നത്. 36 ലക്ഷം ആളുകൾക്ക് സഹകരണ ബാങ്ക് മുഖേന അവർ വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നു എന്നതും വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. മുമ്പ് കാലങ്ങളിൽ നമുക്കറിയാം ഈ പെൻഷൻ മേടിക്കാൻ വേണ്ടി ബാങ്കുകളിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇത് വിതരണം ചെയ്യുന്നത്. 36 ലക്ഷം ആളുകൾക്ക് സഹകരണ ബാങ്ക് മുഖേന വീടുകളിലേക്ക് എത്തുന്നു. ബാക്കിയുള്ളവർക്ക് അവർ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ പെൻഷൻ തുക ലഭിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം പുനരാരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്താണ്. 2025 ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ അതുപോലെ ക്ഷേമ പെൻഷനുകളും മുടങ്ങാതെ നൽകും, ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങാതെ നൽകുമെന്ന് ഇപ്പോൾ ആ വാക്ക് പാലിക്കുകയാണ് 2025 സംസ്ഥാന സർക്കാർ. ഇതിൽ 98% തുകയും സംസ്ഥാന സർക്കാരാണ് ഈ ക്ഷേമ പെൻഷനായി നൽകുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വലിയ തരത്തിലാണ് ക്ഷേമ പെൻഷനായി സർക്കാർ തുക മാറ്റിവെച്ചിട്ടുള്ളത്. 2023 ഉള്ള കാലയളവിൽ കേന്ദ്ര സർക്കാരിൻ്റെ 400 കോടിയിലധികം രൂപ ക്ഷേമ പെൻഷൻ്റെ ഇനത്തിൽ സംസ്ഥാന സർക്കാർ നൽകാനുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അവരുടെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്ന എടുത്തു പറയേണ്ടത്. ഇത് ലഭിച്ച വീട്ടിൽ നമ്മളിന്ന് പോയിരുന്നു. അവിടുത്തെ ഒരു കിടപ്പ് രോഗിയായ ഒരു വ്യക്തി വിശ്വനാഥൻ നായർ എന്ന വ്യക്തിയാണ്. അവിടെ എത്തുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്നത് ഇത്തരമൊരു തുക ലഭിക്കുന്നത് മരുന്ന് മേടിക്കാൻ അവർക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുമ്പ് ഇത് മുടങ്ങിയപ്പോൾ കേന്ദ്രത്തിൻ്റെ പിടിവാശി മൂലമാണ് മുടങ്ങിയതെന്നാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മുടങ്ങിയപ്പോൾ ചില കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നതിൻ്റെ കാരണം തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസം പകരുന്നതാണ് ക്ഷേമ പെൻഷൻ. അത്രത്തോളം പ്രാധാന്യം അവർ നൽകുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ എടുക്കുന്ന വലിയ ഒരു എഫോർട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിരുന്ന ശ്രമം അഭിനന്ദനം തന്നെയാണ്. സുജു ടി ബാബുവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.